സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. തിരുവനന്തപുരം മേയർ ആദ്യ പരാതി വാങ്ങിച്ചു കഴിഞ്ഞു കേട്ടോ. തിരുവനന്തപുരം മേയർ ആദ്യ പരാതി വാങ്ങിച്ചു കഴിഞ്ഞു കേട്ടോ. ആ പരാതിയിൽ ഒരു കൗതുകമുണ്ട്. മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെയാണ് പരാതി. കഴിഞ്ഞ 5 വർഷം ഉയർന്നു വന്ന അഴിമതികളിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. ഈ സ്നേഹം മാത്രം മതി എനിക്ക്. ഈ കേട്ടി തന്നാലുണ്ടല്ലോ. പരാതി നൽകിയത് ആരാണെന്നറിയോ? സൂചനയും കിട്ടിയോ? ഇല്ല, ഏതോ തന്തയില്ലാത്തവനാണെന്നറിയാം. കോൺഗ്രസിന്റെ മുൻ കൌൺസിലർ ശ്രീകാര്യം ശ്രീകുമാർ. എന്താ ഇപ്പൊ ഇതിനൊരു പോംവഴി? വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പുതിയ മേയർ ചാർജ് എടുത്ത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ പരാതി കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കാൻ തന്നെ കാര്യം അത്ര പ്രാധാന്യമുള്ള ഒരു പരാതിയാണ് ഞാൻ കൊടുത്തത്. കാരണം ഇവിടെ നടന്ന പിൻവാതിൽ നിയമനങ്ങളെ കുറിച്ച് അതുപോലെ തന്നെ SC/ST വിഭാഗത്തിന്റെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അതിലും ഞാൻ നിരവധി പരാതി കൊടുത്തിട്ടുണ്ട്. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ശബ്ദം കനിപ്പിച്ച് എന്താ നിങ്ങളുടെ ഉദ്ദേശം? പക്ഷെ ഒന്നിനും തന്നെ ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. എന്താ രാമൻകുട്ടി വല്ലതും പറഞ്ഞായിരുന്നു? പക്ഷെ ഒന്നിനും തന്നെ ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. ഈ ജീവനക്കാരുടെ വലിയൊരു ഗൂഢസംഘം നഗരസഭയിൽ പ്രവർത്തിച്ചു വരുന്നു കുറേ വർഷങ്ങളായിട്ട്. അതിന്റെ ഏറ്റവും പരിപൂർണതയിൽ അഴിമതി എത്തിയത് കഴിഞ്ഞ 5 വർഷക്കാലമാണ്. ആർക്കും എന്തും ചെയ്യാം എന്നുള്ള അവസ്ഥയിലായിരുന്നു. മുൻ മേയർക്കെതിരെ മുൻ കൌൺസിലർ BJPയുടെ ആദ്യ മേയർക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. പരാതി സ്വീകരിച്ചോ VV രാജേഷ്? ആരോട് ചോദിച്ചിട്ട്? ഇതിനാണോ ഇക്കണ്ട പടിയൊക്കെ എടുത്തത്? വലിയൊരു അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മുൻ കൌൺസിലർ കൂടിയായിട്ടുള്ള ശ്രീകാര്യം ശ്രീകുമാർ ഇപ്പോൾ പരാതി നിയുക്ത മേയർ കൂടിയായിട്ടുള്ള VV രാജേഷിന് നൽകിയിരിക്കുന്നത്. എന്റെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ഒരു തരം ചുറ്റിക്കളിയാണ് ശിവൻകുട്ടി. പരാതി ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. എടാ, ഇങ്ങനെ തിന്നു തൂറി നേരം കളയാതെ പറമ്പിലോട്ട് പോയി 4 തെങ്ങിന് തറയെടുത്തുകൂടെ? പുതിയ മേയർക്ക് ഇത് ചെയ്യാൻ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ആ വിഷയം പഠിച്ചതിന് ശേഷം നടപടിയെടുക്കുമെന്നുള്ളതാണ് VV രാജേഷ് ഇതിനോടകം ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. ഇതിൽ പ്രധാനമായിട്ടും ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ 5 വർഷക്കാലം ഈ നഗരസഭയിൽ നടത്തിയിട്ടുള്ള അഴിമതികൾ. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. അതിലേറെ പ്രധാനപ്പെട്ട കത്ത് വിവാദം തന്നെയാണ് 271 പേരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അതിന് പിന്നാലെ നടന്ന നിയമനങ്ങൾ. അത് കൃത്യമായിട്ട് അന്വേഷിച്ച് അതിൽ ആരൊക്കെയാണ് ഇടപെട്ടുള്ളത് അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യമാണ് നിലവിൽ ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ ഇടപെട്ടുള്ള ജീവനക്കാർ ഒരു വലിയ സംഘം ഈ കോർപ്പറേഷനുള്ളിൽ തന്നെയുണ്ട്. ആ ജീവനക്കാരെ കണ്ടെത്തി അവർക്ക് ശിക്ഷാ നടപടി നൽകണമെന്നുള്ളതാണ്. ഞാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. ഇല്ലാത്ത വാഹനങ്ങളുടെ പേരിൽ ഇൻഷുറൻസും മെയിന്റനൻസും നൽകി കോടികളുടെ തട്ടിപ്പാണ്. അയ്യോ, സമ്മതിച്ചു സാറേ. ഊതിയതാ നീ?